ഹലോ എവരിവൺ. കേറ്ററ്റ് മത്സര പരീക്ഷ എഴുതിയ മത്സരാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ കേറ്ററ്റ് വെബ്സൈറ്റിൽ പ്രൊവിഷണൽ ആൻസർ കീകൾ അവൈലബിൾ ആണ്. അതായത് നമ്മൾ സൈറ്റ് കേറ്ററ്റ് Kerala.gov.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ പ്രൊവിഷണൽ ആൻസർ കീ ഓഫ് കേറ്ററ്റ് നവംബർ 2024 എന്ന് പറഞ്ഞ് 4 കാറ്റഗറി, കേറ്ററ്റ് കാറ്റഗറി 1, 2, 3, 4 4 കാറ്റഗറികളുടെയും ആൻസർ കീകൾ, പ്രൊവിഷണൽ ആൻസർ കീകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ആൻസറുമായിട്ട് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ള എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഉത്തര സൂചികയിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വിൻഡോയും ഇപ്പോൾ ഓപ്പൺ ആണ്. കേറ്ററ്റ് നവംബർ 2024 കംപ്ലൈൻറ്റ് ഫോം എന്ന ഈ ഒരു ഫോമിൽ നമുക്ക് ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്തിട്ട് വരുന്ന ഫെബ്രുവരി 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പ് തിരുവനന്തപുരം പരീക്ഷാ ഭവൻ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് 5 മണിക്ക് മുമ്പ് തപാൽ മാർഗമോ നേരിട്ട് എത്തുന്ന തരത്തിൽ ഈ അപേക്ഷ അയക്കാവുന്നതാണ്. അപേക്ഷ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഓർഡർ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് കൃത്യമായി അത് മനസ്സിലാക്കുക. ഓർഡർ ഫോമിൻ്റെ ഡ്രാഫ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ കാറ്റഗറി, പാർട്ട് ആൻഡ് സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഒക്കെ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ പ്രൊവിഷണൽ കീൽ ആൻസർ എന്താണ്, കംപ്ലൈൻറ്റ് എന്താണ്, നിങ്ങളുടെ കറക്ഷൻ എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് ഒരു കാറ്റഗറിക്ക് ഒരു കാറ്റഗറിക്ക് ഇൻഡിവിജ്വലായിട്ട്, ഇപ്പോൾ നമ്മൾ കാറ്റഗറി 1-നെ പറ്റിയും 2-നെ പറ്റിയും നമുക്ക് പരാതി ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ഒറ്റ ഫോമിൽ കൊടുക്കാൻ പറ്റില്ല, സെപ്പറേറ്റ് ഫോമിൽ കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഒരു കാറ്റഗറി തന്നെ വെവ്വേറെ പാർട്ടുകളിൽ പരാതി ഉണ്ടെങ്കിൽ അതിനും സെപ്പറേറ്റ് ഫോം കൊടുക്കണമെന്നാണ് പ്രസ് റിലീസിൽ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പരാതിയുള്ളവർ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ഫെബ്രുവരി 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പാണ് ഈ അപേക്ഷകൾ പരീക്ഷാ ഭവൻ സെക്രട്ടറിക്ക് എത്തേണ്ടത്. അപ്പോൾ ആൻസർ കീകളെല്ലാം ഡൗൺലോഡ് ചെയ്യുക, കൃത്യം മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.